بسم الله الرحمن الرحيم ولا تفسدوا في الأرض بعد إصلاحها. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ പരിമിതവും ചെറുതുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹം ഒരു ദൃഷ്ടാന്തമായി ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രപഞ്ചം. അള്ളാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് പ്രപഞ്ചം. പ്രപഞ്ചമെന്ന പ്രതിഭാസം, ആ പ്രതിഭാസത്തെക്കുറിച്ചുള്ള അറിവുകൾ തേടുക എന്നുള്ളത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ് മുഴുക്ക തേടിയാലും പൂർണ്ണമാവാൻ കഴിയാത്ത വിധത്തിൽ വിശാലമാണ്. അങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ചും എന്തിനെക്കുറിച്ചും അറിവ് തേടുന്ന ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും അതുവഴി അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയുന്നവനായി തീരുമെന്ന് ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ഇവിടെ നമ്മൾ അനുഭവിച്ചറിയുന്ന പ്രതിഭാസങ്ങളിലും ഒക്കെയും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. രാപ്പകലുകൾ മാറി മാറി വരുന്നു. പ്രപഞ്ചം ഒരുക്കിയ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങൾ നമ്മളൊക്കെയും അനുഭവിക്കുന്ന ഈ ഭൂമി വിട്ട് എത്രയോ എത്രയോ പ്രകാശവർഷമകലെ സ്ഥിതി ചെയ്യുന്ന സംവിധാനങ്ങൾ നമുക്കതേക്കുറിച്ച് ഒരു അറിവുമില്ല. നേർത്ത അറിവ് പോലും നമുക്ക് ലഭിക്കാത്ത വിധത്തിൽ അങ്ങകലെ വിദൂരതയിൽ ഈ പ്രപഞ്ചം നീണ്ടു നീണ്ടു കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അറിവൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല, ലഭിക്കാൻ സാധ്യതയില്ല എന്നും ശാസ്ത്രലോകം പറയുകയാണ്. നമ്മളോരോ അറിവ് തേടുന്നതിനനുസരിച്ച് അതിനേക്കാളേറെ ദ്രുതഗതിയിൽ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ തേടിയെത്തുന്ന അറിവിനപ്പുറത്തേക്ക് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ആ അറിവ് അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമായും ഒരു മനുഷ്യനും ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ശാസ്ത്രം തന്നെ സമ്മതിക്കുകയാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഈ പ്രതിഭാസങ്ങൾ. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിയും രാപ്പകലുകൾ മാറി മാറി വരുന്നതും എന്ന് വെച്ചാൽ കേവലം ഒരു രാപ്പകലുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല. ഇവിടെ നിൽക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ വളർച്ചയിലൂടെ അവൻ വളർന്ന് വലുതായി മരിക്കുന്നതടക്കമുള്ള അവന്റെ ഓരോ ഘട്ടങ്ങൾ, അവനിവിടെ ജീവിതായോധനത്തിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും അവന് നേടിയെടുക്കാൻ കഴിയുന്നതും നേടിയെടുക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളടക്കമുള്ള എല്ലാം അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള തെളിവുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ഒന്ന് നാം അറിയണം, ഈ ഭൂമിയുടെ അധികാരിയല്ല, ആത്യന്തികമായി ഭൂമിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന അധികാരിയല്ല മനുഷ്യൻ. മറിച്ച് ചില ബാധ്യതകളും ചില ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കേണ്ടുന്ന ഒരു കൊച്ചു അധികാരി എന്ന് വേണമെങ്കിൽ പറയാം മാത്രമാണ് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. നമ്മളിപ്പോ അസഹനീയമായ ചൂട്, സഹിക്കാൻ പോലും കഴിയാത്ത ചൂടിൽ വീർപ്പ് മുട്ടുകയാണ്. അതിന്റെ കാരണങ്ങൾ പലതായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഒരുപാട് നിയന്ത്രണങ്ങൾ പകൽ സമയത്ത് ഉച്ച സമയത്തൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചൂട് പോലും എങ്ങനെ ഇவ்விധത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു എന്ന പഠനം, ജലക്ഷാമം, വെള്ളം പോലും കിട്ടാതിരിക്കത്തക്ക രീതിയിൽ ഭൂമി വരണ്ടു പോകുന്നു എന്ന വസ്തുത, ഇതൊക്കെ പഠന വിധേയമാക്കിയ ഗവേഷകന്മാർ കണ്ടെത്തിയിരിക്കുന്ന ഒരു സത്യമുണ്ട്. ഇതൊക്കെയും
മനുഷ്യകരങ്ങളുടെ പ്രവർത്തനത്തിന്റെ പരിണിതിയാണ് എന്നാണത്. ഏതാണ്ട് അധികവും മനുഷ്യകരങ്ങളുടെ പ്രവർത്തനത്തിന്റെ പരിണിതിയായി തന്നെയാണ് നമ്മൾക്ക് തന്നെ ദുരന്തം വന്നു ഭവിക്കുമാറ് ഈ പ്രതിഭാസങ്ങൾ മാറി വരുന്നത് എന്ന് പഠന ഗവേഷകർ വിലയിരുത്തുകയാണ്. ഭൂമിയെ അള്ളാഹു നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചൊരുക്കിയിരിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് ഭൂമി സൃഷ്ടിച്ചൊരുക്കിയിരിക്കുന്നത്. അതിൽ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഭൂമിയിലെ വിഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഭൂമിയെ ഗുണപരമായ രീതിയിൽ നമുക്ക് കൈയാളാൻ കഴിയണം. അങ്ങനെ എന്താണോ ഒരു മനുഷ്യൻ എന്ന നിലക്ക് മറ്റ് ജീവിവർഗങ്ങളിൽ നിന്നും വ്യത്യസ്തരായിക്കൊണ്ട് മനുഷ്യൻ എന്ന നിലക്ക് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ, പുരോഗതികൾ, ഗുണങ്ങൾ അതൊക്കെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ അത് നശിപ്പിക്കാൻ, അതിന്റെ ഒരു ഭാഗം പോലും നശിപ്പിക്കാൻ, അതിലെവിടെയെങ്കിലും പോറലുണ്ടാക്കാൻ അള്ളാഹു നമുക്ക് അനുമതി നൽകിയിട്ടില്ല. ഭൂമിക്ക് അതിന്റെ വിഭവങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഭൂമിക്ക് വേണ്ടി നമ്മൾ ആവുന്ന രീതിയിലുള്ള നന്മകൾ ചെയ്തുകൊണ്ടിരിക്കാം. എന്നാൽ അത് നശിപ്പിക്കാനുള്ള ഒരു അവകാശവും അധികാരവും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുകയാണ്, 165-ാമത്തെ ആയത്ത്, വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർള്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ പിന്തുടർച്ചാവകാശികളാക്കിയിരിക്കുന്നത്. പിന്തുടർച്ച, തുടർന്ന് പിൻഗാമി, ഒന്നിനു പിറകെ മറ്റൊന്നായി മനുഷ്യവർഗത്തെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അവനാകുന്നു. നമ്മുടെ തലമുറ പഠിച്ച് മനസ്സിലാക്കി കണ്ടെത്തിയ കാര്യങ്ങളെക്കാൾ നമുക്ക് ശേഷം വരുന്ന തലമുറ അതിന്റെ തുടർച്ചയായി പഠന ഗവേഷണങ്ങൾ നടത്തി പുതിയ കൂടി കാര്യങ്ങൾ കണ്ടെത്തുന്നു, എളുപ്പങ്ങൾ ഉണ്ടാക്കുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. അങ്ങനെ നിരന്തരമായി ആവർത്തിക്കപ്പെട്ട പ്രതിഭാസത്തിന്റെ ഒരു ഘട്ടത്തിലെ ജീവികൾ മാത്രമാണ് നമ്മൾ. ഇവിടെ ജീവിച്ച ആളുകളെ പോലെ ഇനിയും ഒരുപാട് തലമുറകൾ ജീവിക്കേണ്ടതുണ്ട്. അവർക്കായി ഈ ഭൂമി, ഈ ആവാസ വ്യവസ്ഥ നിലനിൽക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യനും അവയെ നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ പിന്തുടർച്ചാവകാശികളാക്കിയിരിക്കുന്നത്. നമ്മൾ പിന്തുടർച്ചക്കാരാണ്. നമ്മൾ ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുന്നു. നമ്മൾ പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൈമാറുന്നു, വരും തലമുറക്ക് കൈമാറുന്നു. അതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അറാഫിൽ പറയുകയാണ് 56-ാമത്തെ ആയത്തിൽ, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത്. കേട്ടോ, ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത്. ജനങ്ങളുമായി സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാകുക മാത്രമല്ല, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതും നാശം വിതക്കുന്നതും കൂടി പ്രകൃതിയെ അല്ലെങ്കിൽ ഈ ഭൂമിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. മലിനീകരണം, അമിതമായ ചൂഷണം, വനനശീകരണം, ജലസ്രോതസ്സുകൾ ഇല്ലായ്മ ചെയ്യൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവിധത്തിൽ നശീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യഗ്രിസു അർസൻ ഔ യസ്റഉ സർആ, ഒരു വിശ്വാസി, ഒരു മുസ്ലിം ഒരു മരമോ ചെടിയോ നട്ട് പിടിപ്പിക്കുകയും അതിൽ നിന്ന് പക്ഷിയോ മൃഗമോ ഭക്ഷിക്കുകയും ചെയ്താൽ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ, പക്ഷി ഭക്ഷിക്കുന്നു, മൃഗം ഭക്ഷിക്കുന്നു, അതുമാത്രമല്ല മനുഷ്യൻ ഭക്ഷിക്കുന്നു എങ്കിൽ ഇല്ലാ കാന ലഹു ബിഹി സദഖ, അത് അവന് ഒരു സദഖയായി കണക്കാക്കപ്പെടും. നമ്മളൊരു മരം നട്ടു, ആ മരത്തിൽ ഫലങ്ങളുണ്ടായി, ഒരു മാവ് നട്ടു, ഒരു പ്ലാവ് നട്ടു, ഒരു മറ്റെന്തെങ്കിലും വൃക്ഷങ്ങൾ നട്ടു, അത് വളർന്നു വലുതായി അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാവുകയാണ്. ആ ഫലങ്ങൾ ജീവിവർഗങ്ങൾ, പക്ഷിമൃഗാദികളൊക്കെയും ഭക്ഷിക്കുകയാണ്, മനുഷ്യൻ ഭക്ഷിക്കുകയാണ് എങ്കിൽ അതൊരു സദഖയായിട്ടാണ് കണക്കാക്കുക, അതൊരു ദാനമായിട്ടാണ് കണക്കാക്കുക. നമ്മൾ നൽകുന്ന സദഖക്ക് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഈ മരത്തിൽ നിന്ന് ഒരു പക്ഷി എന്തെങ്കിലും കഴിച്ചാൽ അതിൽ നിന്നും നമുക്ക് അള്ളാഹു പ്രതിഫലം കണക്കാക്കിയിട്ടുണ്ട്.
സദഖയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ ഗർസ എന്ന് പറഞ്ഞാൽ മരം നട്ടുപിടിപ്പിക്കുക എന്നാണ് അതിനർത്ഥം. സർഅ എന്ന് പറഞ്ഞാൽ വിത്തുകൾ വിതറി കൃഷി ഉണ്ടാക്കുന്ന കാര്യം. അങ്ങനെ എന്തൊക്കെ നമ്മൾ ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നിർവഹിക്കുന്നുവോ അതൊക്കെയും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പ്രവാചകൻ പറഞ്ഞു. ഇൻ ഖാമത്തി സാഅ വബിയദി അഹദികും ഫസീലത്തുൻ. ലോകം അവസാനിക്കുകയാണ് നാളെ. ലോകം അവസാനിക്കുകയാണ് നാളെ. നമ്മളൊരു ചെടി നട്ടാൽ നാളെ കഴിഞ്ഞാൽ ആ ചെടിക്ക് വളരാൻ അവസരമില്ല, ആ ചെടി വലുതാവുകയില്ല, അത് ഫലമുണ്ടാക്കുന്ന വലിയ വൃക്ഷമായി തീരുകയില്ല, ഒന്നും സംഭവിക്കില്ല, അത് നശിച്ചു പോകും ലോകം അവസാനിക്കുന്നതോടുകൂടെ. എന്നാലും പ്രവാചകൻ പറയാണ്, ലോകം അവസാനിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ഈന്തപ്പനത്തിന്റെ തൈ അല്ലെങ്കിൽ ഒരു ചെടിയുണ്ട്, നിങ്ങളുടെ കൈവശം അതുണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി എഴുന്നേൽക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ ലോകം അവസാനിക്കുന്ന ഘട്ടം, പ്രയാസകരമായ ഘട്ടത്തിൽ പോലും നിങ്ങളുടെ കൈവശമുള്ള ഒരു ചെടി, ഒരു ഈന്തപ്പന തൈ അല്ലെങ്കിൽ ഒരു ചെടി, അത് നടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങൾ നടണം. അത് നിങ്ങൾ നടണം. എന്തിനാ പറഞ്ഞിരിക്കുന്നത്? ഫലം കിട്ടൂലോ, ഒരിക്കലും ഫലം കിട്ടൂല. പക്ഷേ പുണ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ലോകം അവസാനിക്കുമ്പോൾ പോലും വിശ്വാസി കർമ്മനിരതനായിരിക്കണം. അവൻ മടിച്ച് അലസനായി തീരരുത്. പുണ്യങ്ങൾ പടച്ചവന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പുണ്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നുള്ള പാഠമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശ്വാസി കർമ്മനിരതനാവണം. അത് ലോകം അവസാനിക്കുകയാണെങ്കിൽ പോലും, ഇനി ഫലം കിട്ടിയില്ലെങ്കിൽ പോലും അത് പ്രതിഫലമാണ്, പുണ്യമാണ്. പുണ്യം ചെയ്യാൻ നമുക്ക് അതിന്റെ ഫലം കാത്തിരിക്കേണ്ടതില്ല. നമ്മുടെ ഒരു കാര്യം അങ്ങോട്ട് ചെയ്താൽ അതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ അതുപോലെയോ ഉള്ള ഒരു ഗുണം, ഒരു പ്രതിഫലം നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പുണ്യം ചെയ്യുന്നതെങ്കിൽ ആ പുണ്യത്തിന് പ്രസക്തിയില്ല. മറിച്ചത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം ലഭിക്കുമെന്ന കാര്യം കൊണ്ടാണ് നമ്മളൊരു നന്മ ചെയ്യുന്നതെങ്കിൽ ആ നന്മക്ക് തിരിച്ച് ഒരാളോടാണ് നമ്മളൊരു നന്മ ചെയ്തെങ്കിൽ അയാൾ ഇങ്ങോട്ട് നമ്മോട് നന്മ തിരിച്ച് കാണിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പ്രതിഫലമുണ്ട്. അതാണ് വിശ്വാസി അവന്റെ ദൗത്യം തിരിച്ചറിയണം. ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയല്ല, ആളുകൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ദൗത്യം എന്നുകൂടി നാം മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ മരത്തെ കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധ സന്ദർഭത്തിൽ യുദ്ധത്തിന് പോകുന്ന അനുയായികളോട് പറയാണ്, വലാ തഖ്തഉന്ന ശജറൻ മുസ്മിറാ വലാ തുഖർരിബുന്ന ആമിറാ. നിങ്ങൾ ചെടികൾ, മരങ്ങൾ, ഫലം നൽകുന്ന വൃക്ഷങ്ങൾ, മരങ്ങൾ, ഈന്തപ്പനകൾ ഒന്നും നശിപ്പിക്കരുത് കേട്ടോ. ഒന്നും കരിച്ചു കളയരുത്, ഒന്നും നശിപ്പിക്കരുത്. അതിനൊരു പോറൽ പോലും നിങ്ങൾ ഉണ്ടാക്കരുത്. ജനവാസമുള്ള ഇടങ്ങൾ, ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ മാലിന്യം അല്ലെങ്കിൽ അവിടെ നിങ്ങൾ പ്രയാസമുണ്ടാക്കുന്ന ഒരവസ്ഥ അത് നൽകരുത് നിങ്ങൾ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുദ്ധസമയത്ത് പോകുന്ന സഹാബികൾക്ക് ഈ നിർദ്ദേശം നൽകിയിരുന്നു. മരം മുറിച്ചു മാറ്റിക്കൊണ്ട് പ്രകൃതിയുടെ സംവിധാനങ്ങളെ, സന്തുലിതാവസ്ഥയെ താറുമാറാക്കുന്ന ദൗത്യമൊന്നും അല്ലെങ്കിൽ ഒരു കാര്യവും നിങ്ങളിൽ നിന്നുണ്ടാകരുത് എന്നാണ് ഇവിടെ പ്രവാചകൻ സൂചിപ്പിച്ചിരിക്കുന്നത്. കൃഷിഭൂമികൾ നശിപ്പിക്കുന്നത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്ന ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, അത് ഫസാദാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ഫലം നൽകുന്ന മരങ്ങൾ മുറിക്കരുതെന്ന് പറയുമ്പോൾ അത് വരും തലമുറകൾക്കും നിലനിൽക്കുന്ന ജീവിക്കുന്ന പക്ഷിമൃഗാദികൾക്കും ഒക്കെ തന്നെ ഗുണകരമായ കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മരത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കുക എന്നത് മാത്രമല്ല, ആ മരത്തണലിൽ ഒരാൾക്ക്
വിശ്രമിക്കാൻ അവസരം കിട്ടിയാൽ പോലും അതൊരു സദഖയാണ്. ഞാൻ നട്ട മരച്ചുവട്ടിൽ ഒരാൾക്ക് വിശ്രമിക്കാൻ, ഒരു പക്ഷിക്ക് വിശ്രമിക്കാൻ, ഒരു മൃഗത്തിന് വിശ്രമിക്കാൻ അവസരം നൽകുകയാണെങ്കിൽ പോലും അതിന് പോലും പ്രതിഫലമുണ്ട് എന്നാണ് ഇസ്ലാം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ജലസംരക്ഷണം അതും വളരെ ഗൗരവബുദ്ധിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ജീവന്റെ അടിസ്ഥാനം തന്നെ അള്ളാഹു കരിഞ്ഞു നൽകിയ ജലം വഴിയാണ് എന്ന് നമുക്കറിയാം. ആരാധനാലയങ്ങൾ നമ്മൾ ഉദു എടുത്താണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഉദു എടുക്കുന്ന സന്ദർഭത്തിൽ പോലും അമിത വ്യയം പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. സാദ് റളിയല്ലാഹു അൻഹു ഉദു ചെയ്യുകയാണ്. പ്രവാചകൻ അത് കണ്ടു. പ്രവാചകൻ ചോദിച്ചു, മാഹാദ സർഫ്, എന്താണ് ഈ ദൂർത്ത്? ഒത്തിരി ശക്തിയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നിന്നാണ് അദ്ദേഹം ഉദു എടുത്തു കൊടുത്തത്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഇങ്ങനെ ഇതിലും ദൂർത്തുണ്ടോ? ഒഴുകി വരുന്ന വെള്ളം, ഒഴുകിപ്പോകുന്ന വെള്ളം, അതിൽ കൂടെ ഉദു എടുക്കുന്നു, അതിലെന്ത് ദൂർത്താണുള്ളത് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറയാണ്, നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ നിന്നാണ് ഒതു എടുക്കുന്നതെങ്കിൽ പോലും നീ ദൂർത്ത് ചെയ്യാൻ പാടില്ല. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്, ഒരു നഷ്ടവും വരുന്നില്ല. അവിടെ പോലും അനാവശ്യമായ രീതിയിൽ 3 വട്ടം കൈ കഴുകാൻ പറഞ്ഞു. 1 വട്ടം നിർബന്ധമാണ്, എക്സ്ട്രാ 2 സുന്നത്ത് കൂടിയാണ്. അങ്ങനെ കഴുകിയാൽ മതി. ഇനി മോശപ്പെട്ട വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി കഴുകാം, അത് വേറെ. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഉദു എടുക്കേണ്ടത്. ഉദുവിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്, അത് 3-ലപ്പുറം വേണ്ടതില്ല. അത് ഒഴുകുന്ന നദിയായിരുന്നാൽ പോലും പ്രവാചകൻ പറഞ്ഞു, സൂക്ഷിക്കണം, ജലം സൂക്ഷിക്കണം. അത് പ്രകൃതിക്ക് പോലും അപകടമുണ്ടാക്കുന്ന കാര്യമാണ് ഈ ജലം നശിപ്പിച്ചു കളയുക എന്നുള്ളത്. പക്ഷിമൃഗാദികൾ ഇവിടെ ദാഹിച്ചു വരികയാണ്. നമുക്കറിയാം, ഈ ചൂടിൽ നമ്മൾ അനുഭവിക്കുന്ന ദാഹവും പ്രയാസമൊക്കെ. എത്ര വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്? ഇപ്പൊ പക്ഷിമൃഗാദികൾക്ക് വെള്ളം കൊടുക്കണം. വൃക്ഷലതാദികളെ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ജലസ്രോതസ്സുകൾ ഇല്ലാതാക്കരുത്. കണ്ടൽക്കാടുകൾ, പാടങ്ങൾ, തോടുകൾ തുടങ്ങിയൊക്കെയും സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് ഇസ്ലാമിക അധ്യാപനമാണ്. വെറുതെ പറയുന്നതില്ല, ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മ, മരിച്ചുപോയ ഒരു ഉമ്മയെ സ്നേഹിച്ച ഒരു നായയുടെ സംഭവം നമ്മളിപ്പോ വായിച്ചില്ലേ 2 ദിവസം മുമ്പ്? ആ ഉമ്മ ആ തെരുവ് നായക്ക് ഭക്ഷണം കൊടുത്തു. ആ ഉമ്മ മരിച്ചപ്പോ ആ നായ ഉമ്മയുടെ കബറിടത്തിൽ 3 ദിവസമാണ് അത്ര വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിവർഗത്തെ സ്നേഹിക്കുക എന്നുള്ളതും മതത്തിന്റെ ഭാഗമാണ്. നമ്മൾ കേട്ടത് സംഭവമില്ലേ? ഒരുപാട് നമ്മൾ കേട്ട സംഭവമില്ലേ? ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി സ്വർഗാവകാശിയായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാഹിച്ചു വലിഞ്ഞു വരുന്ന നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാണ് ആ മനുഷ്യൻ, മോശപ്പെട്ട ജീവിതം ജീവിച്ച മനുഷ്യൻ സ്വർഗാവകാശിയായി തീർന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഉദ്ദിബത്തിംറഅത്തുൻ ഫീ ഹിർറത്തിൻ സജ്ജനത്ഹാ ഹത്താ മാതത്ത്. ഒരു പൂച്ചയുടെ കാര്യത്തിൽ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു. ഒരു പൂച്ചയുടെ കാര്യത്തിൽ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു. അവൾ അതിനെ ചാവുന്നത് വരെ തടവിലിട്ട് കെട്ടിയിട്ടു. ചാവുന്നതിൽ വരെ തടവിലിട്ടു. ഫദഖലത്ത് ഫീഹന്നാർ, അവൾ നരകത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് അതിന് കാരണം പറയുന്നത്, ഈ കെട്ടിയിട്ട പൂച്ചക്ക് ഭക്ഷണമൊന്നും കൊടുത്തില്ല. ഇരിക്കട്ടെ, അത് പുറത്തു പോയി ഭക്ഷണം കഴിക്കാനുള്ള അതിന്റെ സൗകര്യം പോലും തടഞ്ഞു കളഞ്ഞു. ആ സ്ത്രീ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടണം, മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടണം. നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. വിഷപ്പാമ്പുകൾ, ഒരു വിഷപ്പാമ്പിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ആദ്യം പിടിച്ചൊരു സമയമാണിത്. ഒരു വിഷപ്പാമ്പിനെ നമ്മൾ കണ്ടാൽ, നമ്മുടെ വീട്ടിൽ കണ്ടാൽ അടിച്ചു കൊല്ലും, കൊന്നേ തീരൂ. അത് ആക്രമിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും, കടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ നിരന്തരം പാമ്പുകളെ തന്നെ വേട്ടയാടി നിശേഷം അതിനെ നശിപ്പിക്കാൻ പാടില്ല. വിഷപ്പാമ്പുകളായാൽ പോലും ഒരു ജീവിവർഗത്തെയും ആ വിധത്തിൽ നിശേഷമായി ഇല്ലാതാക്കാൻ പാടില്ല. അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് തകരാറുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് പഠനം തെളിയിക്കുന്നത്. ഓരോ ജീവിയും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതിന് അള്ളാഹുവിന് ഒരു ലക്ഷ്യമുണ്ട്.
വെറുതെ കൊന്നൊടുക്കാൻ പാടില്ല, വെറുതെ ആക്രമിക്കാൻ പാടില്ല. എന്നാൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ, ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ, ഇങ്ങോട്ട് കടിക്കാൻ, ഇങ്ങോട്ട് നമ്മളെ കൊല്ലാനൊക്കെ വരുന്നവരെ നമുക്ക് പ്രതിരോധിക്കണം. അതെന്തിന്റെ ബാധ്യത കൂടിയാണ്. അല്ലാത്ത രീതിയിൽ ഈ രീതിയിലൊന്നും പക്ഷിമൃഗാദികളെയൊന്നും ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ പറഞ്ഞു. ജലം സംരക്ഷിക്കുക, അത് പവിത്രമാണ്. ഒതു എടുക്കുമ്പോൾ പോലും അതിൽ ദൂർത്ത് വരാൻ പാടില്ല. ഇതുപോലെ മൃഗങ്ങൾ സ്വർഗാവകാശിയാകാനും നരകത്തിലേക്ക് എത്തിപ്പെടാനും ഒക്കെ കഴിയുന്ന വിധത്തിലാണ് മൃഗങ്ങളെ ശ്രദ്ധിക്കുന്നതും ശ്രദ്ധിക്കാതിരിക്കുന്നതും, പ്രത്യേകിച്ചും വീട്ടുമൃഗങ്ങളെ എന്ന് നാം മനസ്സിലാക്കി. അതുപോലെയാണ് മരങ്ങൾ നടുക എന്നുള്ളത്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് വലിയ സദക്കയായിട്ടാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അറിയണം, നശിക്കാത്ത ഒരു വലിയ ദുരന്തമായി, നശിപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ ദുരന്തമായി ആധുനിക കാലത്തെ ചില മെറ്റീരിയലുകൾ, പ്ലാസ്റ്റിക് പോലുള്ളവ നിറഞ്ഞാടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒന്ന് നമ്മുടെ കൈകളിൽ വന്നു ചേരുന്നില്ല. ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ മേടിക്കുന്ന എന്തിലും ഒരു ചെറിയ 5 രൂപയുടെ കടലമിഠായി മേടിച്ചാൽ പോലും അത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു ദുരന്തമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. പ്രകൃതിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥക്ക് വലിയ തകരാറുണ്ടാക്കുന്നതാണ് ഇക്കാര്യം എന്നുകൂടി നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഇതിനെ എത്ര ഗൗരവത്തോടെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മീസാൻ, ആകാശത്തെ അവൻ ഉയർത്തി, എല്ലാ കാര്യവും അളന്ന് തിട്ടപ്പെടുത്തുന്ന രീതിയിൽ മീസാൻ അഥവാ സന്തുലിതാവസ്ഥ അവൻ സ്ഥാപിച്ചു. സന്തുലിതാവസ്ഥ, മീസാൻ അവൻ സ്ഥാപിച്ചു. ഖുർആൻ പറയാണ് സൂറത്തുർ റഹ്മാനിലെ 7-8 ആയത്തുകൾ. മീസാൻ, ആകാശങ്ങളെ അവൻ ഉയർത്തുകയും ആകാശത്തെ അവൻ ഉയർത്തുകയും എല്ലാം കൃത്യതയോടെ തൂക്കി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു തുലാസ് അഥവാ ഒരു മീസാൻ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സന്തുലിതാവസ്ഥ അവൻ സ്ഥാപിക്കുകയും ചെയ്തു. അല്ലാ തത്റഫിൽ മീസാൻ, നിങ്ങൾ ഈ മീസാനിൽ, ഈ സന്തുലിതാവസ്ഥയിൽ ക്രമക്കേട് വരുത്താതിരിക്കാൻ വേണ്ടിയാണത്. നമുക്ക് സന്തുലിതാവസ്ഥ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മാറ്റിമറിക്കാൻ അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആനാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. കാർബണിന്റെ ബഹിർഗമനവും അമിതമായ ഉപയോഗവും ഒക്കെ തന്നെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാക്ടറിയിൽ നിന്ന് ഉയരുന്ന, വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന രാസവസ്തുക്കൾ, വാതകങ്ങളൊക്കെ തന്നെയും ഒരുപാട് ദുരന്തങ്ങൾ വരുത്തി വെക്കുന്നുവെന്ന് കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫാക്ടറികൾ ഒഴിവാക്കിക്കൊണ്ട്, വാഹന സൗകര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, എന്തിനേറെ AC പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതം ഇനി അസാധ്യമാണ്. പുരോഗമിച്ച ഈ ലോകത്ത് അതിനുള്ള പരിഹാരം, അതുമൂലം ഉണ്ടാകുന്ന വിപത്തുകളെ എങ്ങനെ തടയാൻ പറ്റുമെന്നുള്ളതാണ് മനുഷ്യൻ കണ്ടെത്തേണ്ടത്. അല്ലാതെ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഇതുമൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നമ്മൾ ഭാഗവാക്കാവുമ്പോൾ 2 കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ നിത്യവും 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ്, പാപമോചനം ചെയ്യുന്നു. ഒരു പാപവും വരാത്ത പ്രവാചകനാണ് നിത്യേന എന്നോണം 100 വട്ടം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെയും അറിഞ്ഞുമൊക്കെ ഇത്തരത്തിലുള്ള ദോഷങ്ങളുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വരുന്നുണ്ട്. നമ്മൾ AC യിലാണ്, ഇപ്പോഴേയും AC ഉണ്ട്, എന്റെ വീട്ടിലും AC ഉണ്ട്, നിങ്ങളുടെ വീട്ടിലും AC ഉണ്ടാവാം. അതുമൂലം പ്രകൃതിക്ക് തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനെ മനുഷ്യൻ, സംവിധാനങ്ങൾ, ഭരണകൂടമൊക്കെ അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ അതിൽ ഭാഗവാക്കായി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്ന
വാക്കിന് പ്രസക്തി കൂടുന്നത്. തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്നും വരുന്ന പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കണം. നമുക്കറിയില്ല നമ്മൾ ഇന്നുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ അബദ്ധങ്ങൾ ചെയ്തു എന്ന്. ചില മോശപ്പെട്ട എണ്ണപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒരാളുമായി ശണ്ട കൂടുന്നു, ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുന്നു, മറ്റൊരാളെ കുറിച്ച് അപവാദം പറയുന്നു. ഇതൊക്കെ മോശപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ നമ്മൾ ആലോചിച്ചിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് നമുക്ക് തോന്നാം. നമ്മൾ പശ്ചാത്തപിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രകൃതിക്കായി നമ്മൾ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന അനീതിയെ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു കടല മിഠായി വാങ്ങിയിട്ട് ആ മിഠായി തിന്ന് ആ പ്ലാസ്റ്റിക് കവർ നമ്മൾ വലിച്ചെറിയും. ഇതുപോലും തെറ്റാണ് എന്ന് നമ്മളൊരാളല്ല ഈ മിഠായി തിന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ വലിച്ചെറിയുന്നതും. ഇതുപോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ നിത്യേന എന്നോണം യഥേഷ്ടം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ക് തകരാറുണ്ടാക്കുന്ന വെച്ചാൽ ഒരു 100 കൊല്ലം മണ്ണിനടിയിൽ കിടന്നാൽ പോലും നശിക്കാത്ത സാധനമാണ് ഈ പ്ലാസ്റ്റിക്കുകൾ എന്നാണ് പറയുന്നത്. അതുമൂലം മണ്ണിന് തകരാറാണ്, പ്രകൃതിക്ക് തകരാറാണ്, ജലസ്രോതസ്സുകൾക്ക് വരെ തകരാറുണ്ടാകുന്നു. ഒരുപാട് ചർമ്മരോഗങ്ങൾ അതുമൂലം മനുഷ്യർക്കുണ്ടാകുന്നു. ഒരുപാട് പ്രയാസങ്ങൾ, അസുഖകരമായ അവസ്ഥകൾ മനുഷ്യനുണ്ടാകുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് വരെ ചില പ്രയാസങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ, ഈ വേസ്റ്റുകൾ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഇതൊക്കെ തന്നെയും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ പറയുകയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. നമ്മളായിട്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയ പലരും തന്നെയാണ് താറുമാറാക്കുന്ന ഈ അവസ്ഥക്ക്, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്, ഈ സാഹചര്യത്തിനൊക്കെ ഒരു കാരണമായി തീരുന്നത് കൂടി നാം അറിയുക. മനുഷ്യന്റെ പ്രവർത്തനം, നമ്മുടെ പ്രവർത്തനം തന്നെയാണ് കടലിൽ, പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ, മനുഷ്യർക്കിടയിൽ, നമുക്കിടയിലൊക്കെ തന്നെയും ദുരന്തം വിതച്ചു കൊണ്ടിരിക്കുന്നത്. നാമായിട്ട് ചെയ്തു വെച്ച വിഷവിത്തുകൾ അത് വളർന്നു വലുതായി നമ്മെ തന്നെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കണമെന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയാണ്. നമ്മളാകട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേസ്റ്റുകൾ പുറത്തേക്കെറിയുന്നു, വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നു. കടലിൽ, പുഴകളിലൊക്കെ എത്രയോ ടൺ കണക്കിന് ആണ് ഈ രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ അടിഞ്ഞുകൂടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഒരു ചെറിയ കഷ്ണല്ലേ, ഒരു ചെറിയ സഞ്ചിയല്ലേ എന്ന് വിചാരിച്ച് നിസ്സാരമായി കാണുന്ന അത് ഈ ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെയും ഈ വിധത്തിൽ എറിയുമ്പോ അത് പ്രപഞ്ചത്തിന് തന്നെ, പ്രകൃതിക്ക് തന്നെ, ഭൂമിക്ക് തന്നെ വലിയ തകരാറുണ്ടാക്കുന്ന കാര്യമായി തീരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറയുന്നു, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. ദുർവ്യയം വാടിക്കുക, ഉപയോഗിക്കുക, വലിച്ചെറിയുക, വാങ്ങുക, ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന സമീപനം പുതിയ കാലത്ത് മനുഷ്യന്റെ ജീവിത രീതിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. മിതവ്യയമായിരിക്കണം ഉണ്ടാവേണ്ടതെന്ന് പ്രവാചകൻ പറഞ്ഞു. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം സാധനങ്ങൾ വാങ്ങുക, പരിമിതമായ തോതിൽ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക. കുറച്ചൊക്കെ നമുക്ക് പ്രകൃതിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ദുർവ്യയം പാടില്ല. നമ്മളായിട്ട് ചെയ്തു വരുന്ന, നമ്മളറിയാതെ ചെയ്തു വരുന്ന ദുരന്തങ്ങൾ, പ്രകൃതിക്കുണ്ടാകുന്ന തകരാറുകൾക്ക് നമുക്ക് ആകാവുന്ന രീതിയിൽ പരിഹാരം നമ്മൾ കാണണം. വേസ്റ്റുകൾ വലിച്ചെറിയുന്നൊരു സ്വഭാവം നമ്മിലുണ്ടാവരുത്. എവിടെയാണ് അത് എത്തിക്കേണ്ടത് എന്ന് വെച്ചാൽ അവിടെ തന്നെ എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അത്തരം കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ പടച്ചവനോട് നിരന്തരം പ്രാർത്ഥനയുടെ വശമായിക്കൊണ്ട്, പ്രാർത്ഥനാ നിർഭരനായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും നമ്മിൽ ഉണ്ടാവണം. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം. റബ്ബേ പുറത്തു തരണമേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ അനിവാര്യമായും നമ്മളായിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാത്ത തകരാറ്, അതുമൂലം മനുഷ്യർക്ക്, പ്രപഞ്ചത്തിന്, പ്രകൃതിക്കൊക്കെ തകരാറുകൾ സംഭവിക്കുന്ന
റബ്ബേ, ഞങ്ങളായിട്ട് അറിഞ്ഞ് ചെയ്യുന്നതല്ല, ഞങ്ങൾക്കായിട്ട്, അതുകൊണ്ട് അത് മാറ്റാനും കഴിയില്ല റബ്ബേ, പുറത്തരണമേ എന്ന് ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനയും വിശ്വാസി എന്ന നിലക്ക് നമുക്കുണ്ടാവണം. ഇത്തരത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന, പ്രകൃതിയെ സംരക്ഷിക്കുന്ന സ്വഭാവങ്ങളും ശീലങ്ങളും നാം കരഗതമാക്കുക. അത് ഇസ്ലാമിന്റെ അധ്യാപനം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.